എല്ലാവർക്കും നമസ്കാരം. നല്ല ക്രിസ്പോട് കൂടിയിട്ടുള്ള ചക്ക വറുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല മൂത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. മധുരം വരാൻ പാടില്ല കേട്ടോ, അത്ര പഴുക്കാൻ പാടില്ല, എന്നാൽ നന്നായി മൂത്തിരിക്കണം. അപ്പോൾ ആ ഒരു തരത്തിൽ നല്ല ക്രിസ്പോട് കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ചക്ക ചുള പറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നാരൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. എല്ലാം ഒരേപോലെ ആയി വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ വറവ് ഒരേപോലെ ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഇടുമ്പോൾ കനം നന്നായി കുറഞ്ഞതൊക്കെ വറവ് കൂടിയിട്ട് ഇങ്ങനെ കരിഞ്ഞ പോലെ ആയി വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഒരേപോലെ ആക്കാൻ വേണ്ടി ഇതേപോലെ പറയുന്നത്. പിന്നെ അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഉപ്പ് ലേശം ഇട്ടിട്ട് തെളിച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കലക്കി വെക്കാം നമുക്ക്. അപ്പോൾ ഉപ്പ് കൂടുതലൊന്നും ആയി പോകരുതിട്ടോ, കുറച്ച് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ചക്ക വറക്കുന്നതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി എണ്ണ നന്നായി തിളച്ച് വരുന്ന ആ പാകത്തിന് ചക്ക ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വാടിയ പോലെ ഇരിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഉപ്പുവെള്ളം തെളിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പതഞ്ഞ് പൊങ്ങി വരുന്നതൊക്കെ അതിൻ്റെ വെള്ളത്തിൻ്റെതൊക്കെ കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആയി വരും. തമ്മിലിങ്ങനെ ഇളക്കുമ്പോൾ ഒരു ശബ്ദം വരും. അപ്പോൾ അധികം മൂത്ത് വരണ്ട, എന്നാലും ഈ ഒരു തരത്തിലായി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് കോരി മാറ്റി വെക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ചക്ക വറുത്തത് നന്നായിട്ട് ക്രിസ്പോട് കൂടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വാടി പോണ പോലെ ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് ഇട്ടതിന് ശേഷം വീണ്ടും ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അങ്ങനെ ചൂടാക്കി എടുക്കണം. അത് അധികം നേരം ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ചക്കയൊക്കെ നമുക്ക് ഇതേപോലെ വറുത്ത് കോരി മാറ്റി വെക്കാം. ഇപ്പോൾ ചക്കയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ചല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വീണ്ടും ഇതിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എണ്ണ നല്ല ചൂടായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങനെ ആക്കിയിട്ട് ഒരൊറ്റ മിനിറ്റ്, അത് കഴിഞ്ഞാൽ നമുക്കിതങ്ങനെ കോരി മാറ്റി വെക്കാം. വേഗം കോരി മാറ്റി വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അത് ആവാതെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം. അതേപോലെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് ക്രിസ്പോട് കൂടെയുള്ളത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.